ഞാൻ നിയ്യത്തിനെ കുറിച്ച് അവസാനമായി കൊണ്ട് ഒരു ആയത്ത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി ثم يدركه الموت فقد وقع اجره على الله. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയെ കുറിച്ച് പറയുകയാണ്. ഒരു വ്യക്തി അവൻ്റെ വീട്ടിൽ നിന്ന് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ട് പാലായനം ചെയ്യുകയാണ്. അങ്ങനെ പാലായനം ചെയ്യുമ്പോൾ സുമ്മ യുദ്രിക്കുഹുൽ മൗത്ത്, മരണം അവനെ പിടികൂടുകയാണ്. പക്ഷെ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിച്ചിട്ടില്ല. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നാം ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോൾ നമുക്ക് നിയ്യത്തുകൾ ഉണ്ടായിരിക്കണം. നാം ആ നിയ്യത്തിനനുസൃതമായിക്കൊണ്ടുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു പക്ഷേ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നാം മരണപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ പ്രതിഫലം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഒരു കർമ്മം അത് ചെയ്യുന്നത് നിയ്യത്തോടു കൂടിയായിരിക്കണം. ആ നിയ്യത്ത് ശരിയാണെങ്കിൽ, നമുക്ക് ആ കർമ്മം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നാം മരണപ്പെടുകയാണെങ്കിൽ നിശ്ചയം നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നന്നാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ധാരാളമായിക്കൊണ്ട് ഈ ദുആ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. വഗ്ഫിർ ദംബി, എൻ്റെ പാപങ്ങളെ നീ പുറത്തു തരണമേ എന്ന് നാം വഹസ്സിൻ ഫർജി, മൂന്നാമതായിക്കൊണ്ട് എൻ്റെ ഗുഹയാവയവത്തെ സംരക്ഷിക്കണമേ, അതിനെ നന്നാക്കണമേ എന്ന ഈ ദുആ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരാവയവങ്ങളെയും നമ്മുടെ പാപത്തിൽ നിന്നുമുള്ള മോചനത്തെയും എല്ലാമാണ് നാം അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടും മറ്റുള്ള കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നാം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ.